കേരളത്തിൽ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം ഫ്ലെക്സ് യുദ്ധവും ഒരു വശത്ത് നടക്കുന്നു. അതേസമയം തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകും എന്നതിനെക്കുറിച്ചുള്ള ചില അനൌദ്യോഗിക ചർച്ചകളും സജീവമാണ്. ഇത്തവണയും 5 മന്ത്രിസ്ഥാനങ്ങളാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയാണ് ഈ പട്ടികയിൽ ഏറ്റവും പ്രധാനി. അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. സുപ്രധാന വകുപ്പുകൾ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്ത് MK മുനീറിന്റെ അഭാവത്തിൽ രണ്ടാമനായി KM ഷാജി വരാനാണ് സാധ്യത കൂടുതലുള്ളത്. തുടർച്ചയായ 3ാം വിജയത്തിന്റെ കരുത്തിൽ മലപ്പുറത്ത് നിന്ന് PK ബഷീറിനെയും മന്ത്രിസ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നും ജയിച്ചു വരുന്ന മികച്ച പാർലമെന്റേറിയനായ ഷംസുദ്ദീനും ഇത്തവണ അവസരം ലഭിച്ചേക്കും. കോഴിക്കോട് ജില്ലയിൽ നിന്നും പാറക്കൽ അബ്ദുള്ള, MA റസാഖ് മാസ്റ്റർ എന്നിവരിൽ ഒരാൾക്ക് സാധ്യതയുണ്ട്. കുറ്റ്യാടി, കുന്നമംഗലം എന്നീ മണ്ഡലങ്ങളിൽ ഇരുവർക്കും ജയസാധ്യത ഉണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. വടക്കൻ കേരളത്തിന് പ്രാതിനിധ്യം നൽകുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് BJPയെ തോൽപ്പിച്ച് എത്തുന്ന അഷ്റഫിനെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിച്ചാൽ ഒരാളെ അതിലേക്ക് നിയോഗിക്കും. ഫലപ്രഖ്യാപനത്തിന് ശേഷം ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം അനുസരിച്ചായിരിക്കും മന്ത്രിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകളിൽ VD സതീശന് പരസ്യ പിന്തുണ നൽകിയ നിലപാട് മയപ്പെടുത്തി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. മുഖ്യമന്ത്രി ആരാവണമെന്ന് ലീഗ് പറഞ്ഞിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ലീഗ് നേതൃത്വത്തെ വിമർശിച്ച് കോട്ടക്കലിൽ ബാനർ വന്നിരുന്നു. നേതാക്കൾ VDയുടെ PR ചതിക്കുഴിയിൽ വീഴരുതെന്നാണ് ബാനറിൽ പറയുന്നത്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്നും കുത്തിയ VD സതീശൻ PR വർക്കിലൂടെ പാർട്ടിയെ മണ്ടന്മാർ ആക്കുന്നുവെന്നും ആ ബാനറിൽ പരാമർശിക്കുന്നു. പച്ചപ്പട മലപ്പുറം എന്ന പേരിലാണ് ആ ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ബാനർ ആ സ്ഥലത്ത് നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി ചർച്ചയിൽ സതീശന് പിന്തുണ പ്രഖ്യാപിച്ച വിഷയത്തിൽ വിശദീകരണവുമായി ലീഗ് നേതാവ് MK മുനീറും രംഗത്ത് വന്നു. പാണക്കാട് സാദിഖലി തങ്ങളുടെ പ്രസ്താവന കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിലുള്ള ഇടപെടൽ ആണെന്ന ചർച്ച മുറുകുമ്പോഴാണ് MK മുനീറിന്റെ വിശദീകരണം. തീരുമാനം ഹൈക്കമാൻഡേ തന്നെയാണെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെയും പേര് മുസ്ലിം ലീഗ് നിർദ്ദേശിച്ചിട്ടില്ലെന്നും MK മുനീർ പറഞ്ഞു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെയോ മുഖ്യമന്ത്രിയാക്കണം എന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P രാമഭദ്രൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. ഈ രണ്ടുപേരും മികച്ച ഭരണാധികാരികളെന്ന നിലയിൽ കഴിവ് തെളിയിച്ച ആളുകളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കേണ്ടതില്ലെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്നതാണ്. ഈ സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയ രംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ നിർവഹിക്കാനുള്ള AICC ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേര് വലിച്ചിഴക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നു. എല്ലാ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും മുസ്ലിം വിഭാഗങ്ങളെ തുടച്ചുമാറ്റുന്ന BJPക്കും കേന്ദ്ര സർക്കാരിനും കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രഹരം ആയിരിക്കും PK കുഞ്ഞാലിക്കുട്ടിയെ കേരള മുഖ്യമന്ത്രിയാക്കുന്നത്. മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനുള്ള ആർജവം കാണിക്കണം എന്നും രാമഭദ്രൻ പറയുന്നു. VD സതീശൻ നല്ല കഴിവുള്ള നേതാവാണ്. അദ്ദേഹം വനവാസത്തിന് പോകണമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ആഗ്രഹിക്കുന്ന കാര്യമല്ല. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നല്ല ധനകാര്യ മന്ത്രിയെ VD സതീശനിലൂടെ കേരളീയർ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറയും. കൂടാതെ ദളിത് പിന്നോക്ക വിഭാഗത്തിന് ആനുപാതികമായ മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഏത് മുന്നണി ആയാലും അതിനെ എതിർക്കുമെന്നും കൂടെ രാമഭദ്രൻ പറയുന്നു.